തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം താമസിക്കുന്ന ഈ പ്രദേശവാസികളുടെയും ഒപ്പം യാത്രക്കാരുടെയൊക്കെ ഏറെ നാളായുള്ള ഒരു ആശങ്കയാണ് ഈ വിമാനത്താവളത്തിലെ റൺവേയിലടക്കം പക്ഷികൾ കൂട്ടത്തോടെ എത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയായി ഈ പക്ഷികൾ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് ഈ വിമാനത്തിൽ ഇടിച്ചുള്ള നിരവധി വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം അതേ തുടർന്ന് ഈ വിമാനം റദ്ദാക്കേണ്ടൊക്കെ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സമീപത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ കാരണം. പ്രത്യേകിച്ച് ഈ മത്സ്യ മാംസ വേസ്റ്റുകൾ അത് സമീപത്ത് കുന്നുകൂടി കിടക്കുന്നു. അത് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്നതൊക്കെ. ഇതേ തുടർന്ന് നിരവധി തവണ പല തവണയായി വർഷങ്ങളോളമായി ഈ സമീപവാസികൾ ഉൾപ്പെടെ പരാതി നൽകുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും അത് എവിടെയും എത്തിയില്ല എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ ആശങ്ക അത് ഏറെ നാളായി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ഒരു വിമാന ദുരന്തത്തിന് ആകാശ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇനി അടുത്ത ഒരു ദുരന്തം കാണേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. പരിസര പ്രദേശത്ത് ഒരു വലിയൊരു ഡംപിംഗ് യാർഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ വിളപ്പിശാലയൊക്കെ പോയതിനു ശേഷം സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകാശവാണിയുടെ ലാൻഡിലായിരുന്നാലും എയർപോർട്ടിന്റെ തന്നെ സ്വന്തം ലാൻഡുകളിലായിരുന്നാലും ജനങ്ങളും അതിനൊപ്പം തന്നെ കോർപ്പറേഷന്റെ ആൾക്കാരും എല്ലാം കൊണ്ടുവന്ന് തട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പക്ഷികൾ. കാരണം പക്ഷികളെ നിയന്ത്രിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യം നിയന്ത്രിക്കുക. അപ്പൊ ഈ മാലിന്യം നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ശാസ്ത്രീയമായുള്ള രീതിയിൽ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് പല പരിപാടികൾ കൊണ്ടുവന്നെങ്കിലും പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഘട്ടം കഴിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഈ സമീപവാസി തന്നെയാണ് പേര്? എന്റെ പേര് മാജിദ് എന്നാണ്. ഭീമാപ്പള്ളിയിലാണ് താമസം. ഈ അടുത്ത് താമസിക്കുമ്പോൾ ഏറ്റവും വലിയ ഇപ്പൊ ഇന്നലെ ഉണ്ടായ ദുരന്തമാണെങ്കിലും ഈ ജനവാസ മേഖലയിൽ ആ ഫ്ലൈറ്റ് വീണു എന്നതാണ് വീണ്ടും മരണസംഖ്യ അടക്കം കൂട്ടാൻ കാരണമായത്. അപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടില്ല. ഇന്നും അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു മാർഗം ഇന്നും നമ്മുടെ പ്രദേശത്തില്ല. അവിടെ ഓൾറെഡി ഒരു ബിന്നൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അത് കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പിന്നീട് ജനങ്ങളുടെ അതായത് സ്മെല്ലെല്ലാം അടിച്ചതിന് ശേഷം അത് അവിടുന്ന് എടുത്തു മാറ്റേണ്ടി വന്നു. അതാണ് ഒരു സാഹചര്യം. ഇപ്പൊ നമുക്ക് തൊട്ടുപുറകിൽ കാണാം ഈ ഫ്ലൈറ്റ് ലാൻഡിങ്ങിന്റെ ഒരു സമയത്തൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായി കാണാൻ പറ്റും. ഇതിന് തൊട്ടടുത്ത് വലിയ രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടുള്ളത്. ഇത് തന്നെയാണ് നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഒരു സാഹചര്യം. റൺവേയുടെ തൊട്ടടുത്ത ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ വലിയ രീതിയിൽ നീണ്ടു കിടക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ ഓടകളിലും മറ്റും. ഇതാണ് ഈ നഗരത്തിന്റെ പല മേഖലകളിലുമുള്ള ഒരു സാഹചര്യം. അതുകൊണ്ടാണ് എത്ര ഈ എയർഗൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഈ ഒരു പക്ഷികളെ തുരത്താൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ, അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിലടക്കം ഒരു കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത ഒരു വലിയ ദുരന്തത്തിന്, ആകാശ ദുരന്തത്തിന് തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. ആ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ സമീപവാസികളടക്കം പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18.